RDX അടുത്ത വിഷയത്തിലേക്ക് 26 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പരിണാമത്തിന്റെ ഏതോ സമയസ്ഥലിയിൽ ഭൂമുഖത്ത് വികസിച്ചു വന്ന ഒരു ജീവി കാലത്തിന്റെ ചലനത്തിൽ അതിജീവിക്കാനാകാതെ അന്യം നിന്നുപോയ ഒരു ജീവിവർഗം പുനർജനിച്ചിരിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസ് എന്ന ടെലിവിഷൻ സീരീസിലൂടെ നമുക്ക് പരിചിതമായ അതേ വെള്ളച്ചെന്നായ മനുഷ്യന്റെ ഭാവന കണ്ടതൊക്കെ ശാസ്ത്രം സത്യമാക്കുകയാണോ എന്ന് നമുക്ക് തോന്നും. 13,000 വർഷം പഴക്കമുള്ള ഒരു ചെന്നായ പല്ലിൽ നിന്ന് 72,000 വർഷം പഴക്കമുള്ള ഒരു അസ്ഥിഖണ്ഡത്തിൽ നിന്ന് എന്നോ വംശനാശം വന്നൊരു ജീവിയെ മനുഷ്യൻ പുനർജനിപ്പിച്ചിരിക്കുന്നു. അതിനെ മനുഷ്യർ കാണുന്നു, തൊടുന്നു, തലോടുന്നു. ഭാവന മേധാശക്തിയെയും തിരിച്ചും പൂരിപ്പിക്കുന്നു. ശാസ്ത്രം ജയിക്കുന്നു. ജീൻ എഡിറ്റിംഗ് എന്ന ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ വംശനാശം വന്ന ഏതൊരു ജീവിയെയും തിരിച്ചു കൊണ്ടുവരാനാകുമെന്നാണ് US ബയോടെക് കമ്പനിയായ കൊളോസൽ ബയോസയൻസസിന്റെ വാദം. ആദ്യം കണ്ടുവരാം പുനഃസൃഷ്ടിച്ച ഡയർ വൂൾഫുകളുടെ കഥ 59 സെക്കൻഡിൽ RDX റാപ്പ്. ലോകത്തിലെ ആദ്യത്തെ ഡി എക്സ്റ്റിങ്ഷൻ എന്നാണ് കൊളോസൽ ബയോസയൻസസ് ഈ നേട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. ഡയർ ചെന്നായ്ക്കളുടെ ഏറ്റവും അടുത്ത ബന്ധുവായ ചാര ചെന്നായ്ക്കളുടെ ജനിതക ഘടനയിൽ ജീൻ എഡിറ്റിംഗിലൂടെ മാറ്റം വരുത്തി പരിഷ്കരിക്കപ്പെട്ട ഈ DNA ചാര ചെന്നായ്ക്കളുടെ അണ്ഡത്തിൽ സന്നിവേശിപ്പിച്ചാണ് എന്നോ മൺമറിഞ്ഞു പോയ ഡയർ ചെന്നായ്ക്കളുടെ ഭ്രൂണം വികസിപ്പിച്ചെടുത്തത്. സിസേറിയനിലൂടെയാണ് 3 ഡയർ വൂൾഫ് കുഞ്ഞുങ്ങളും പിറന്നത്. 2000 ഏക്കർ വിസ്തൃതിയുള്ള ഒരു സ്വകാര്യ സംരക്ഷണ കേന്ദ്രത്തിൽ മുഴുവൻ സമയ നിരീക്ഷണത്തിലാണ് ചെന്നായ് കുഞ്ഞുങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത്. സാധാരണ ചാര ചെന്നായ്ക്കളേക്കാൾ 25% വരെ വലിപ്പക്കൂടുതൽ ഇവർക്കുണ്ട്. അതേസമയം ചാര ചെന്നായ്ക്കളുടെ 99.5% DNA ഉള്ള ഈ ചെന്നായ കുഞ്ഞുങ്ങൾ ജനിതക മാറ്റം വരുത്തിയ ആധുനിക ചെന്നായ വർഗമാണെന്നാണ് മറ്റൊരു കൂട്ടം ശാസ്ത്രജ്ഞരുടെ വാദം. 2028ഓടെ ഡോഡോ, ടാസ്മാനിയൻ കടുവ എന്നിങ്ങനെ വംശനാശം വന്ന മറ്റു ജീവികളെയും ഇത്തരത്തിൽ പുനർജനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കൊളോസൽ ബയോസയൻസസ്. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് ഈ സംഗതി എന്താണെന്ന് വിശദമായിട്ട് കണ്ടുവരാം. എന്താണ് ഇതുവരെ വന്നിരിക്കുന്ന വിശദാംശങ്ങളെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. വീണ്ടും ഉയർത്ത ഡയർ വൂൾഫ് 12,500 വർഷം മുമ്പ് ഭൂമിയിൽ നിന്നില്ലാതായ ജീവിവർഗമാണ് ഈ ഡയർ വൂൾഫ് എന്ന ചെന്നായ. പുനഃസൃഷ്ടിച്ചത് ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെയാണ്. ഇതെല്ലാം ഇതിനകം തന്നെ താല്പര്യമുള്ള ആളുകൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഞാനത് അടുക്കി പറയുന്നു എന്നേ ഉള്ളൂ. ആൺ ചെന്നായകളായ റോമുലസ്, റെമുസ് എന്നിവ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ജനിച്ചത്. പെൺചെന്നായ ഖലീസി ഈ വർഷം ജനുവരിയിൽ ജനിച്ചു. നല്ല പേരാണ് ഖലീസി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഡയർ വൂൾഫിൻ്റെ DNA വേർതിരിച്ചാണ് ഇതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്തത്. ഉപയോഗിച്ചത് 13,000 വർഷം പഴക്കമുള്ള ഒരു പല്ല്, 72,500 വർഷം പഴക്കമുള്ള ഒരു തലയോട്ടി. ഇതിൽ നിന്നാണ് DNA വേർതിരിച്ചെടുത്തത്. ഗ്രേ വൂൾഫ് ഭ്രൂണത്തിൻ്റെ ജനിതക ഘടനയിൽ ഇതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി. അങ്ങനെയാണ് പുനഃസൃഷ്ടിയിലേക്ക് പോയത്. പരിഷ്കരിക്കപ്പെട്ട ഈ DNA ഗ്രേ വൂൾഫിൻ്റെ അണ്ഡത്തിൽ സന്നിവേശിപ്പിച്ചു. ഭ്രൂണം ഹൗണ്ട് വിഭാഗം നായകളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു. ഹൗണ്ട് നായകൾ ഈ ഡയർ വൂൾഫുകളെ പ്രസവിച്ചു. ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. ഇതിനകം ഇത് താല്പര്യമുള്ള ആളുകളെല്ലാം മനസ്സിലാക്കിയതാണ്. ഡൈനോസോറുകൾ തിരിച്ചു വരുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത്. ഇല്ല, തൽക്കാലം അത് സാധ്യമല്ല എന്നാണ് ഇതിനകം തന്നെ വന്നിരിക്കുന്ന മറുപടി. ഡൈനോസോറുകൾ 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ചവയാണ്. 1-2 ദശലക്ഷം വർഷങ്ങൾക്കപ്പുറം DNA ഘടന പൂർണ്ണമായി തകരാറിലാകും. ഇനിയിപ്പോൾ ഉള്ളതൊക്കെ ബാക്കിയുണ്ടെങ്കിൽ തന്നെയും ഡൈനസോർ ഫോസിലുകളിൽ നിന്ന് ഉപയോഗിക്കാവുന്ന DNA ഇതുവരെ വേർതിരിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. ഡൈനസോർ ഭ്രൂണങ്ങൾ വളർത്താനുള്ള സാങ്കേതിക വിദ്യയും നമുക്ക് ഇല്ല എന്നതുകൊണ്ട് തൽക്കാലം അത് സാധ്യമല്ല എന്നതാണ് അത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചയായിട്ട് വന്ന, ഇത് തുടർന്ന് വലിയ ചർച്ചയായിട്ട് വന്ന കാര്യങ്ങളിലെ ഉത്തരം കൃത്യമായിട്ട് നമുക്ക് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഏരിയ അല്ല. ഹർഷൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമുക്കിത് മാറി നിന്ന് കണ്ട് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനേ പറ്റൂ. എങ്കിലും നമ്മൾ ഈ മനുഷ്യൻ ജീവിച്ചു വന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഭൂമി മുന്നോട്ട് ചലിക്കുന്നതിനെക്കുറിച്ച് കൊന്നും തിന്നുമാണ് എന്നെപ്പോഴും പറയാറുണ്ടല്ലോ. അതിനപ്പുറം സൃഷ്ടി ഈ മട്ടിൽ നടത്തിക്കൊണ്ട് അങ്ങനെ കൊന്നു തിന്ന് തീർത്തതിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചരിത്രഘട്ടത്തിൽ വെച്ച് ഇല്ലാതായി പോയതിനെയോ പുനഃസൃഷ്ടിക്കുന്നു എന്നുള്ളത് കൗതുകകരമായ ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് അതിൽ ഇപ്പോഴത്തെ ഒരു പുതിയൊരു ലോകത്താണ്, പുതിയൊരു ലോകക്രമത്തിലാണ്, പുതിയൊരു പാരിസ്ഥിതിക സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ കൗതുകം എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ നിലനിൽപ്പ് ഇനി അങ്ങോട്ട് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം തരാൻ ഇവർക്ക് കഴിയുന്നുമില്ല. മാത്രമല്ല ഇപ്പോഴുള്ള ഒരു സന്തുലിതാവസ്ഥയെ ഏത് തരത്തിലാണ് ഈ ഡയർ വൂൾഫുകളുടെ വരവ് ബാധിക്കുക എന്നുള്ളതും ഇതുവരെ ഈ ശാസ്ത്രജ്ഞർക്ക് പറഞ്ഞു വെക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടവർക്ക് എല്ലാവർക്കും
അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്ററുകൾ കണ്ടവർക്കെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ കാർഡുകൾ കണ്ടവർക്കെങ്കിലും ഏറെ കൗതുകം ഉണർത്തുന്ന ഒരു കണ്ടെത്തലാണ് യഥാർത്ഥത്തിൽ ഈ ഡെയർ വോൾഫുകളുടേത് എന്നുള്ളതാണ് ഒരു സംഗതി. മറ്റൊരു തലം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ, അതാണ് നമുക്ക് ഏറ്റവും രസകരമായ കാര്യം. സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ചർച്ച കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ലെവലിലേക്ക് എത്തി എന്നറിയാവോ? അതിലേറ്റവും കൗതുകകരമായ ഒന്ന് യുക്തിവാദികൾ തുറന്നു വിട്ടിരിക്കുന്ന ഒരു ചർച്ചയാണ്. കാരണം മതത്തിന് ഇതുപോലെ ഒരു സാധനത്തെ ഉണ്ടാക്കാൻ കഴിയുമോ, സൃഷ്ടിക്കാൻ കഴിയുമോ? ഈ കാലത്തല്ലെങ്കിൽ കാണിച്ചതാ, തെളിവ് കാണിച്ചതാ, ശാസ്ത്രത്തിൻ്റെ വലിയ വിജയമല്ലേ എന്ന് ഈ ശാസ്ത്രവാദികൾ അല്ലെങ്കിൽ ഈ യുക്തിവാദികൾ, ശാസ്ത്രവാദികൾ എന്ന് പറയാൻ പറ്റില്ല, യുക്തിവാദികൾ പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മതവാദികളുടെ ശ്രമം, ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ ചർച്ചകൾ ഈ ലോകത്ത് നടക്കുന്നു. അപ്പോൾ ഇതാണ് ലോകം. ഇതൊക്കെ കണ്ട് ഡെയർ വോൾഫ് അന്തം വിടും എന്നുള്ളതാണ് ഒരു പ്രശ്നം. കാരണം ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു കാലം എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കിയ സംഗതിയാണ്. കാരണം 13,000 വർഷം മുമ്പുള്ളൊരു പല്ല്, ഏതാണ്ട് 79,000 വർഷം മുമ്പുള്ള തലയോട്ടിയുടെ ഒരു കഷണം. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരു കാലമുണ്ടല്ലോ, ഏതാണ്ട് 59,000 60,000 വർഷം, ഇതിനിടയ്ക്ക് ഒരു 60,000 വർഷം കിടപ്പുണ്ടല്ലോ. ആ 60,000 വർഷം ഈ ജീവി ജീവിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ ഈ രൂപത്തിൽ. അതല്ലെങ്കിൽ രണ്ട് കാലത്ത് നിന്നുള്ള രണ്ട് DNA കോശങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു ജീവിയെ ഉൽപ്പാദിപ്പിച്ചു അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് സത്യത്തിൽ അത് ആലോചിക്കും തോറും നമ്മളെ സംബന്ധിച്ച് അത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു തലത്തിലേക്ക് നമ്മളെ ശാസ്ത്രം കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഒരു കൗതുകം എന്നതല്ല, അപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ എന്താപ്പതിൻ്റെ ഒക്കെ കാര്യം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ സയൻസിന് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ദൂരെ നോക്കും, നമുക്കറിയില്ല, നമുക്ക് ദൂരെ നോക്കുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നും. ഇതിപ്പോൾ ഈ ഒരു കാര്യമുണ്ട്, അതായത് നമ്മളിപ്പോൾ ഒരു പുഴയിലും 2 തവണ ആളുകൾക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയില്ലേ? അതായത് നമ്മൾ ഒരു തവണ ഇറങ്ങി കയറി കഴിഞ്ഞാൽ രണ്ടാമത് ഇറങ്ങുന്നത് പുതിയൊരു പുഴയിലാണ്. ആ പുഴയിലെ യഥാർത്ഥ വെള്ളം ഒഴുകിപ്പോയി കഴിഞ്ഞു. അപ്പോൾ ഓരോ സെക്കൻഡും പുതുക്കി നിശ്ചയിക്കപ്പെടുന്ന ഒരു ലോകത്ത് ഈ വൂൾഫ് പഴയ വൂൾഫ് അല്ല എന്ന് വിചാരിക്കണം. അതൊരു മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ഒരു കൗതുകം. ഇത് പിറന്നത് ഒപ്പം ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇതൊരു മറ്റേ എന്താണ് നായ്ക്കളിൽ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചിട്ടാണ് അവിടെ നിന്ന് ഇതിനെ പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് എനിക്കും തോന്നുന്നത് അത് തന്നെയാണ്, ഈ ശാസ്ത്രത്തിൻ്റെ ഒരു കൗതുകം എന്ന മട്ടിലൊക്കെ അല്ലാതെയുള്ള വലിയ സംഗതികളിലേക്ക്. പിന്നെ ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ വലിയ ഭാവനയെ ഉൽപ്പാദിപ്പിക്കുകയും സന്തോഷം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ആളുകൾ ഈ പറഞ്ഞ പോലെ സിനിമ കണ്ട പ്രതീതി ഉണ്ടാകും എന്നല്ലാതെ അതിൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. മലയാളത്തിൻ്റെ മഹാനായ കവി വയലാറിൻ്റെ എനിക്ക് മരണമില്ല എന്ന കവിതയിൽ മനോഹരമായ ഒരു ആശയമുണ്ട് ജീവൻ്റെ ഒന്നാമത്തെ സ്പന്ദനത്തെപ്പറ്റി. പ്രപഞ്ചം മുഴുവനും പണ്ടൊരു കാലം പ്രളയാബ്ദിയിൽ മുങ്ങി താണടിഞ്ഞിരുന്നപ്പോൾ വന്നു ഞാൻ അമീബയായി. എത്രയോ ദശലക്ഷം മുമ്പ് ഒരു ഏകകോശമായി ജീവൻ്റെ ആദ്യരൂപം പിറന്നു വീണതിനെ പറ്റിയാണ് ആ വരികൾ. കാലത്തിൻ്റെ നിലയ്ക്കാത്ത ചലനത്തിൽ എത്രയോ ജീവിവർഗങ്ങളെ ഭൂമുഖം കണ്ടു. ഏതൊക്കെയോ ജീവജാലങ്ങൾ ഇവിടം അടക്കി ഭരിച്ചു. പരിണാമത്തിൻ്റെ നിലയ്ക്കാത്ത ചലനതാളത്തിൽ എത്രയോ ലക്ഷം ജീവികൾ എന്നേക്കുമായി അപ്രത്യക്ഷരായി. അതിലേതോ സമയസ്ഥലിയിൽ ജീവൻ്റെ വട്ടം പൂർത്തിയാക്കി വംശനാശത്തിൻ്റെ മരണമറയ്ക്കപ്പുറം മറഞ്ഞ ഒരു ജീവിയെ ഒരു പല്ലിൽ നിന്ന്, ഒരു എല്ലിൽ നിന്ന് പുനഃസൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം വിസ്മയം എന്താണുള്ളത്? സഞ്ചരിക്കുകയാണ് നമ്മൾ സയൻസിൻ്റെ കഞ്ചുകവും അണിഞ്ഞ് യുഗങ്ങളിലൂടെ.